ഇന്നത്തെ നമ്മുടെ വർക്ക് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സീറ്റൊക്കെ അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് നമുക്ക് ഹോണ്ട സിവിക് 2015 മോഡലാണ് വന്നേക്കുന്നത്, ഫുൾ പോളിഷിന്. പിന്നെ ഒരു സെറാമിക്കിന്റെ വർക്കും ഒരു ഇൻസൈഡ് ഡീറ്റെയിലിംഗിന്റെ വർക്കും വരുന്നുണ്ട്. ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കാർപ്പറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രൂകളൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർപ്പറ്റിൽ നല്ല സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്താലേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളത് കെമിക്കലൊക്കെ ഇട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റെയിനൊക്കെ റിമൂവ് ആയി പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചത് ഫിറ്റ് ചെയ്യും ഡ്രൈ ആയി കഴിഞ്ഞിട്ട്. നമ്മളത് കംപ്ലീറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് വാഷിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. പറ്റി ക്ലീൻ ആക്കിയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കാറിൻ്റെ അകം ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ട്. സീറ്റ് ബെൽറ്റിലൊക്കെ നല്ല ചെളി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഉരച്ച് കഴുകുകയാണ്. വീഡിയോയിൽ കാണുമ്പോൾ വലിയ അഴുക്കൊന്നും ഇല്ലെങ്കിലും നല്ല ചെളിയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഉരച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഫുള്ള് ഡീറ്റെയിലിങ്ങിന് എത്ര ദിവസം എടുക്കും എന്നൊക്കെ കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. ഫുള്ള് ഡീറ്റെയിലിങ്ങിന് നമുക്ക് 2 ദിവസമാണ് വേണ്ടി വരിക. കാർപ്പറ്റ് റിമൂവ് ചെയ്തിട്ട് കഴുകണോണ്ടാണ് 2 ദിവസം വേണ്ടി വരിക. കാർപ്പറ്റ് ഡ്രൈ ആവാനൊക്കെ ടൈം എടുക്കുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് 2 ദിവസം വേണ്ടി വരിക. ഇത് വർക്ക് ഫിനിഷായി കിടക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ ഇൻസൈഡ് ഡീറ്റെയിലിംഗ് മാത്രമാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അത് കഴിഞ്ഞ് ഫിനിഷായിട്ട് കിടക്കുന്ന വണ്ടിയാണ്. ഈ 2 കാറും അതെ വർക്ക് ഫിനിഷായിട്ട് കസ്റ്റമർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. ഈ 2 വണ്ടിയും ഫുൾ പോളിഷ് തന്നെയാട്ടോ വരുന്നത്. വർക്കിനെ പറ്റിയിട്ട് എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാളത്തെ വർക്കായിട്ട് കാണാം. ബൈ.